നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഷാർജയിൽ കൊല്ലം സ്വദേശിനി വിഭജികയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് ശാസ്താംകോട്ട ഡിവൈഎസ്പി അന്വേഷിക്കും. കുണ്ട്ര പോലീസാണ് സംഭവത്തിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർ നടപടികൾക്കായി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാനും സാധ്യതയുണ്ട്. വിഭജികയുടെ ആത്മഹത്യയിൽ കുറ്റാരോപിതരായ ഭർത്താവും ബന്ധുക്കളും വിദേശത്തായതിനാൽ പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. അതേസമയം വിഭജികയുടെ അമ്മ ശൈലജ ബന്ധുവിനൊപ്പം കഴിഞ്ഞ ദിവസം ഷാർജയിലെത്തിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മകളുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നുള്ള കുടുംബത്തിന്റെ ആരോപണം ഷാർജ ഭരണകൂടത്തിനെ അറിയിക്കാൻ വേണ്ടിയാണ് ശൈലജ ഷാർജയിലെത്തിയത്. വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം വ്യാഴാഴ്ചയോടെ നാട്ടിലെത്തിക്കാനാണ് നീക്കം. കാനഡയിലുള്ള വിഭജികയുടെ സഹോദരൻ വിനോദും ഷാർജയിലെത്തും. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജയിൽ പരാതി നൽകാനും വിഭജികയുടെ കുടുംബം ആലോചിക്കുന്നുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി ബന്ധുക്കൾ സംസാരിക്കും. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഭർത്താവ് നിതീഷ്, ഭർത്തൃ സഹോദരി നീതു, നിതീഷിന്റെ അച്ഛൻ എന്നിവർ 1 മുതൽ 3 വരെ പ്രതികളാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയെയും മകളെയും മരിച്ച നിലയിൽ ഷാർജയിലെ ഫ്ളാറ്റിൽ കണ്ടെത്തിയത്. മകളെ യുവതി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഷാർജയിൽ സ്വകാര്യ കമ്പനിയിലെ HR മാനേജറായിരുന്നു MBA ബിരുദധാരിയായ വിഭജിക.